ആരെയാ നോക്കുന്ന? വാ വാ വാടോ. വാ. വന്ന് വന്ന് അക്കിക്ക് ഈയിടെ എവിടെ പോണെങ്കിലും അമ്മയുടെ അനുവാദം വേണ്ടെന്നായി. ചോദ്യവുമില്ല, പറച്ചിലുമില്ല. എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും ആവാന്നായി. എന്റെ അനുവാദമില്ലാതെ ഈ വീടിന് പുറത്തിറങ്ങാതിരുന്ന ചെക്കനായിരുന്നു. അവനെ ഇങ്ങനെയൊക്കെ ആക്കിയതേ അവൾ ഒറ്റൊരുത്തിയ. അവന് എന്ത് ധിക്കാരം കാണിക്കാന്നുള്ള അവസ്ഥയിൽ അവൾ എത്തിച്ചു. ഇനിയും പലതും അമ്മ കാണും, പലതും അനുഭവിക്കേണ്ടിയും വരും. എന്നാലും ആരോടും ഒരു അക്ഷരം പറയാതെ ഇന്നലെ പോയതാ എന്റെ മോൻ. ഇവളെവിടേക്ക് കൊണ്ടുപോയിരിക്കും എന്റെ കുഞ്ഞിനെ? അവൾ അവനെ ചതിക്കും അമ്മേ. അവൾ അവനെ വളച്ച് അവന്റെ ഷെയറുകളും സ്ഥാപനങ്ങളും ഒക്കെ അവളുടെ പേരിലാക്കും. ഞാനീ പറയുന്നതേ 100% സത്യമാ. നോക്കിക്കോ. എന്തും എടുത്തോട്ടെ, ആ നശിച്ചവൾ എന്റെ മോനെ കൊണ്ടുപോയി കൊല്ലാതിരുന്നാ മതി. അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അഖിയുടെ കാര്യത്തില് ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കഴിവതും അഖിയെ അവളുടെ കൂടെ വിടാതിരിക്കാം. അല്ല, വേണമെങ്കിൽ അവൾക്ക് ഇവിടെ വെച്ചോ അവനെ എന്തും ചെയ്യാലോ. പോയിട്ട് ഒരു ദിവസം കഴിയാറായി. ഇവരിത് എവിടെ പോയിരിക്കുക? അവരെവിടെ പോവാൻ? എല്ലാം കൂടി ആ കഴകക്കാരുടെ വീട്ടിൽ കാണും. കള്ളക്കൂട്ടങ്ങളല്ലേ. ആ ഇടയ്ക്ക് തല്ലിപ്പൊട്ടിക്കുന്ന കിളവനും ഭാര്യയും മക്കളും എല്ലാം കൂടി നമ്മുടെ അക്കിയെ വളച്ച് വളച്ച് വറക്കുമായിരിക്കും. അമ്മേ, അവള് തിരികെ കൊണ്ടുവന്നു അഖിയെ. എരിയുന്ന തീയിലേ എണ്ണ കോരി ഒഴിക്കാനായിരിക്കും ഈ നിപ്പും ആ പോക്കും. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്ന് വരും. നമ്മുടെ അമ്മയല്ലേ, താൻ അതൊന്നും കാര്യാക്കാൻ നിൽക്കണ്ട. അമ്മേ. ശ്യാമേ, എന്താണ്? അമ്മേ കോപിക്കാതമ്മേ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്ത് കേൾക്കാൻ? നീയെങ്ങും അല്ലാതെ വളർന്നു പോയല്ലോ. ഇനി അമ്മയെ സ്നേഹിച്ചിട്ടോ അനുസരിച്ചിട്ടോ എന്താ കാര്യം? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അനുവാദം ചോദിക്കാതെ പുറത്തു പോകാത്ത നീ ഇപ്പൊ ഒരു ദിവസത്തോളം എന്നോട് ചോദിക്കാതെ മറ്റെവിടെയോ ആയിരുന്നു. ഭാര്യയുടെ കയ്യിലെ പമ്പരമല്ലേ അമ്മ അവൻ.
അവളിങ്ങനെ പമ്പരം കറക്കിക്കൊണ്ടേയിരിക്കുക. ഐശ്വര്യ, അവരമ്മയും മകനും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നിടത്ത് ഇടയ്ക്ക് കയറി നിന്റെ ഈ അഭിപ്രായ പ്രകടനം വേണ്ട. അവരമ്മയും മകനുമാ. അവര് തമ്മിലുള്ള തർക്കം സ്നേഹം കൊണ്ടുള്ള തർക്കം മാത്രമാണ്. അമ്മ ഇവിടെ നിന്ന് ഇന്നലെ മുതൽ ഉരുകയായിരുന്നു. അതെ, കണ്ടത് ഞാൻ മാത്രം. ആഹാ, നിങ്ങൾ രണ്ടുപേരും വന്നോ? ഇവിടെ അന്തരീക്ഷമാകെ കലുഷിതമായ ലക്ഷണമുണ്ടല്ലോ. എന്താ പ്രശ്നം? അച്ഛാ, ഇന്ന് അഷ്ടമി രോഹിണിയാ. ആ, ഭഗവാൻ കൃഷ്ണന്റെ പിറന്നാൾ ദിവസാ. ഉം. ഇന്ന് തന്നെയാ ശ്യാമയുടെ പിറന്നാളും. ആഹാ, ആഹാ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഉം. ഞാൻ ശ്യാമയും കൊണ്ട് ഗുരുവായൂരൊന്ന് പോയി അമ്പലത്തില്. ആഹാ. ഗുരുവായൂർ പോകുന്ന വിവരം ശ്യാമയെ പോലും ഞാൻ അറിയിച്ചില്ല. അതാ അമ്മയോട് അനുവാദം ചോദിക്കാതെ പോയത്. ആഹാ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതങ്ങ് ക്ഷമിച്ചു കള വസു. അവര് പോയത് ഗുരുവായൂർ തൊഴാനല്ലേ? ആ മോളെ, അച്ഛന്റെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു അച്ഛാ. ശ്യാമേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു ഏട്ടത്തി. അപ്പൊ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി വിശ്രമിക്ക. ചെല്ല് ചെല്ല്. വാ ശ്യാമ. ആ വസു, അതെ, ഏട്ടാ, ഇങ്ങനൊരു സർപ്രൈസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ, തീർച്ചയായിട്ടും. ഇപ്പൊ അമൃത പറഞ്ഞപ്പോഴല്ലേ ഞാനും നീയൊക്കെ ഈ വിവരം അറിയുന്നു തന്നെ. അതേട്ടാ, ശ്യാമയുടെ പിറന്നാള് അഷ്ടമിരോഹിണി ദിവസമാണെന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ലായിരുന്നു. ആ, എനിക്കും. ഏട്ടാ, നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കൂടി ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാം. എടാ, സർപ്രൈസ് ആയിട്ട് വെച്ചാൽ മതി. സമയമാകുമ്പോൾ ശ്യാമയും അഖിയും വിളിച്ചാൽ മതി. അത് തന്നെ നല്ലത്. ആ അച്ഛാ, എന്താ? ഞങ്ങൾ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. എന്താ അത് ഈ കാര്യം? ഇന്ന് നമ്മുടെ ശ്യാമയുടെ പിറന്നാളാണെന്ന് അമൃത പറഞ്ഞു. ഞാനും അതിപ്പോഴാണ് അറിഞ്ഞത്. നമുക്കെന്താ വേണ്ടത്? അത് അച്ഛാ, നമുക്കൊരു കേക്ക് മുറിച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അത് വേണം, എന്തായാലും വേണം. അച്ഛാ, അമ്മയുടെ അഭിപ്രായം കൂടെ ചോദിക്കണ്ടേ? പിന്നെ ചോദിക്കണം. അഭിപ്രായം അനുകൂലമായാലും പ്രതികൂലമായാലും ചോദിച്ചല്ലേ പറ്റൂ. ആ അമൃതേ, നീ ചെന്ന് അമ്മയെ വിളിച്ചോണ്ടോ? ആ, അമ്മതേ മുറി തന്നെ ഉണ്ട്. അമ്മേ, അമ്മേ. ആ, വരുന്നുണ്ട്. വസു, നമുക്കേ ശ്യാമയുടെ പിറന്നാളൊന്നും ആഘോഷിക്കണ്ടേ? വേണം. ആ, ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, ഈ മുറ്റത്തൊരു പന്തല് കെട്ടണം. ഒരു 2000 നാട്ടുകാരെ വിളിച്ച് നമുക്ക് അങ്ങ് ഗംഭീരമായി ആഘോഷിക്കണം. വസു എന്നെയും കളിയാക്കാൻ തുടങ്ങിയോ? അയ്യോ, ഒരിക്കലുമല്ല. ഞാൻ ആനന്ദേട്ടനെ കളിയാക്കിയൊന്നുമല്ല. അവളുടെ കാര്യം പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് മാതി മറന്നങ്ങ് പറഞ്ഞു പോയതാ. പിന്നെ അവളുടെ ഒരു പിറന്നാള്. ദേശുരേ, ഇവിടെ ആരും നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. മാത്രമല്ല, അച്ഛനാണ് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കയറി നീ ഇടപെടണ്ട. വസു, ശ്യാമയും നിന്റെ മരുമകളല്ലേ, ഒരു കേക്ക് മുറിച്ച് നമുക്ക് ആ പിറന്നാൾ ആഘോഷിക്കാം. ഞാൻ അതിന് സമ്മതിക്കില്ല. അവളുടെ പിറന്നാൾ ആഘോഷിക്കാനൊന്നും എന്നെ കിട്ടില്ല. അവളുടെ കാര്യം പറയുന്നതിന് എനിക്ക് വെറുപ്പാ.
പ്രശ്നത്തില് ഇനി ദൈവം ഇടപെട്ടേ പറ്റൂ. ദൈവം വിചാരിച്ചാലേ ശ്യാമയോടുള്ള വസുവിന്റെ സമീപനത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. നമുക്ക് ശ്യാമയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. ഓക്കെ? എങ്ങനെയുണ്ട്? ഇത്രയും പോരെ? ആ പിന്നെന്താ, മതി മതി, ഇത്രയും മതി. ആ. എടുത്തി എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഓക്കെ അല്ലേ? ഇത് ധാരാളം മതി. എന്തായി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ? ഇവിടെ എല്ലാം റെഡി വെച്ചാ. ആ അമൃതേ, എന്നാ പിറന്നാളുകാരെയും അഖിയും വിളിക്കേ. അവര് മുറിയിലുണ്ടോ? അവര് മുറിയിലുണ്ടച്ചാ, ഞാൻ വിളിക്കാം. ആ അമൃതേ, അതെ, ആഹാരം കഴിക്കാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. ശരി. അരുണേ, ഐശ്വര്യ വിളിച്ചില്ലടാ? ഏയ് അവള് വരില്ല, വേണമെങ്കിൽ മേളിലങ്ങനെ ഇരിപ്പുണ്ടാവും. അച്ഛാ, അമ്മയോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കിയാ വരില്ലേ? ഓ, അത് നടക്കില്ല. ഇക്കാര്യത്തിൽ മാത്രം വസുവിന്റെ തീരുമാനം മാറ്റാൻ ഒരു രക്ഷയില്ല. എന്തായി? ദേ വരുന്നുണ്ട്. ആണോ? ആ ഇതൊക്കെ എന്താ? ശ്യാമയുടെ പിറന്നാൾ ആഘോഷമാണിത്. അതെ, എന്നാ കേക്ക് മുറിക്കാം. അല്ല, അമ്മ ഐശ്വര്യത്തേക്ക് എവിടെ? അവരൊന്നും വരില്ല, അവരെ വിളിക്കുകയും വേണ്ട. എടാ, അതൊക്കെ പതിവുള്ള കാര്യങ്ങളല്ലേ. ശ്യാമ ഒന്ന് കേക്ക് മുറിക്കും. നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. വാ. ഹാപ്പി Happy birthday to you. Happy birthday, Shama. Happy birthday to you. Happy birthday, Shama. Happy birthday to you. Happy birthday to you. അവിടെ ഹാപ്പി ബർത്ത്ഡേ. ആ താങ്ക് യു. എടുത്തേ. ഏട്ടാ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അമ്മ വരാത്തല്ലേ, ഞാൻ കേക്ക് അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തിട്ട് വരട്ടെ. ശ്രമിച്ചു നോക്ക്. നീ കേക്ക് കട്ടിയതേ? ആ, കട്ടിയല്ലേ? അവള് കൊണ്ടുവരട്ടെ, അപ്പോഴത്തേക്കും കട്ടി. അമ്മ വാങ്ങിയാൽ മതിയായിരുന്നു. കേക്ക് വേണ്ടേ? ഒരു വലിയ പീസ്. ചെല്ലട്ടെ. ശ്യാമേ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു പീസ്. അവന്റെ മീശയിലെല്ലാം ആയി.
എന്താ? എന്റെ പിറന്നാളിന്റെ കേക്ക്. നിന്റെ പിറന്നാളിന് മുറിച്ച കേക്ക് എനിക്കെന്തിനാ? ഞാനും നീയുമായിട്ട് എന്താ ബന്ധം? എനിക്ക് നിന്റെ കേക്കൊന്നും വേണ്ട. എനിക്ക് നിന്റെ സ്നേഹവും ലോഹ്യവും ഒന്നും വേണ്ട. നീ എന്റെ മരുമകളാണെന്ന് നിനക്കൊരു തോന്നലുണ്ടാവും. പക്ഷേ എനിക്കാ തോന്നലില്ല. നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല. കുലമഹിമയോ സാമ്പത്തികമോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ അഭിപ്രായം പറയുന്നേ. എനിക്ക് നിന്നെ ഈ വീട്ടിൽ സ്വീകരിക്കാൻ ഒക്കില്ല. ശ്യാമേ, താൻ എത്ര നാളായിട്ട് ഈ അവഗണന സഹിക്കുന്നു? ഇനിയും തനിക്കിത് നിർത്താറായില്ലേ? ഓരോ പ്രാവശ്യവും അമ്മ തന്നെ അപമാനിക്കുമ്പോ ഒരു കരച്ചിലും കഴിഞ്ഞ് താൻ അതങ്ങ് മറക്കും. പിന്നെ അമ്മയുടെ മുമ്പിലേക്ക് ചെല്ലും നാണം കെടാൻ. എന്തിനി ഈ വേദന സഹിക്കുന്നു എന്നാ ഞാൻ ചോദിക്കുന്നത്. അഖി, അമ്മേ, അമ്മ എത്ര തവണ ചവിട്ടി തേക്കാൻ ശ്രമിച്ചാലും ശ്യാമയെ മറക്കാനോ ഉപേക്ഷിക്കാനോ എനിക്ക് പറ്റില്ല. ഇവള് മരണം വരെ എന്റെ ഭാര്യയായിരിക്കും. നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? ഞാൻ സത്യം പറഞ്ഞാണമ്മേ. അമ്മയെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു. അമ്മയില്ലാത്തൊരു ലോകം എനിക്കില്ല. അതുപോലെ ശ്യാമയെ കൂടാതെ ഒരു ജീവിതവും എനിക്കില്ല. ഹലോ, എന്താ രാജീവേ? എപ്പോ? ആ, ശരി ശരി, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്താം. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. ഈ രാത്രിയില് എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? ഒരു ഓഫീസ് സ്റ്റാഫ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിലാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. സർ, രാത്രിയാ, സൂക്ഷിക്കണം കേട്ടോ. താൻ പേടിക്കണ്ടോ, ഞാൻ വേഗം വരാം.